ഒരു താറാവിന് 3 ലക്ഷം രൂപ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ താറാവ്, ഏറ്റവും വലിയ താറാവ്, ഏറ്റവും കൂടുതൽ ഇറച്ചിയുള്ള താറാവ്. അതെ, ദ മെസ്കോവി ഡക്ക്. ഈ മെസ്കോവി ഡക്കിനെ നമ്മൾ ഇന്ന് നമ്മുടെ കേരള സ്റ്റൈലിൽ കറി വെക്കാൻ പോകാനട്ടാ. അതിന്റെ കൂട്ടത്തില് നമ്മുടെ അവികാശ് ഫിജിയിലുള്ള ഒരു കള്ള് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാവ എന്ന് പറയുന്നത്. ആ കാവയും കൂടി ഉണ്ടാക്കണ്ടേട്ടാ. റെഡി റെഡി ഭൂപ്പാ. എന്താണ് മെസ്കോവി ഡക്ക് അല്ലേ? നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടിട്ടുള്ള എന്തതിനെ പറയാന്ന് എനിക്കറിയില്ല. മലാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡക്ക് വെറൈറ്റി ഉണ്ട്. മെയിൽ ഡക്കിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്തിൽ നമ്മുടെ മയിൽപ്പീലിയുടെ നിറവും, ഫീമെയിലിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാണ്ടനായയുടെ ഒക്കെ നല്ല ചുമന്ന ഒരു നിറമൊക്കെയുള്ള ഒരു താറാവ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നാട്ടിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ബ്രോയിലർ താറാവ് പോലെ ഇരിക്കുന്ന വെള്ളത്താറാവ്, ഏഷ്യക്കാരുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള പെക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡക്ക് ഉണ്ട്. പിന്നെ കുറെ ലാൻഡ് ഡക്സ് ഉണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ഞാൻ എവിടെയെങ്കിലും ഹണ്ടിനൊക്കെ പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഡക്സുകളെ കാണുമ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ വേൾഡ് പോപ്പുലർ ഡക്ക് സ്പീഷീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പെക്കിനാണ്. നമ്മൾ പലപ്പോഴും മലേഷ്യ, സിംഗപ്പൂരൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റേ ചാർസൂയി പെക്കിൻ ഡക്ക്, റോസ്റ്റ് ചെയ്തിട്ടുള്ള ഡക്കിലൊക്കെ കൂടുതലും പെക്കിനാണ്. പിന്നെയാണ് മറ്റുള്ളത് വരിക. അങ്ങനെ നോക്കുമ്പോൾ അതിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒന്നാണ് എന്ത്? മെസ്കോവി. താറാവുകളിൽ വെച്ചിട്ട് ഏറ്റവും വലുപ്പം പറഞ്ഞ ഒരു താറാവ് മെയിലിന് ഏതാണ്ട് 7 കിലോ തൂക്കം വരും, ഫീമെയിലിന് 3 to 3.5 കിലോ തൂക്കം വരും. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തോരം തിന്നേണ്ടി വരുമെന്ന്. നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. ഇവൻ ഒരു വർഷം വലുതായി ഇതിൻ്റെ ഈൽഡ് കിട്ടണമെങ്കിൽ. നമുക്കറിയാലോ, താറാവ് ഒരാൾ വീട്ടിൽ വളർത്തില്ല, എളുപ്പത്തിനെ വളർത്താൻ. ഒരു കോഴീനേക്കാളും 10 ഇരട്ടി 20 ഇരട്ടി നമ്മുടെ വീടിന് ചുറ്റും ഫാമും ഒക്കെ കുത്തി മറിച്ച് തിന്നണം. ഈ പന്നിയുടെ പോലത്തെ ഒരു സാധനമാണ് ഈ താറാവ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിനെ വളർത്താൻ തീരെ താല്പര്യമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 കിലോ വലുപ്പം വരുന്ന താറാവ് എന്തോരം മെസ്സാക്കും, എന്തോരം തിന്നുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളർത്താനുള്ള ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് വളരെ വളരെ കുറവാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ വില കൂടും. ഇനി പെക്കിൻ ഡക്കിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ശരീരത്തിൽ ഫാറ്റ് ഉണ്ട് കേട്ടോ. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ടു മീറ്റ് റേഷ്യോ, ഫാറ്റിനേക്കാളും കൂടുതൽ ഇറച്ചിയാണ്. ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് കാട്ടിത്തരാം. അപ്പോൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ഈ താറാവിനെ മേടിച്ചിട്ടില്ല കേട്ടാ. ഒരാൾ ഒരിക്കൽ ഈ താറാവിനെ മോഹവില കൊടുത്ത് മേടിച്ചതാണ് 3 ലക്ഷം രൂപ. ഈ താറാവിനെ മേടിക്കാൻ എപ്പോഴും പോയിട്ട് 3 ലക്ഷം രൂപ കൊടുക്കണ്ട. നമ്മൾ ബ്ലൂഫിൻ ട്യൂണയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ പ്രൈസാണ് അത്. എന്നിരുന്നാലും ഈ താറാവിന് ഞാൻ മേടിച്ചത് 5000 രൂപ, ഏതാണ്ട് $100 ഞാൻ മേടിച്ചത്. അത് ഈ ഇറച്ചി മാത്രം 2.5 കിലോയാണ്. അപ്പോൾ വില എന്ന് പറഞ്ഞാൽ സാധാരണ താറാവിന് $20 ആണെച്ചെങ്കിൽ ഇതിന് അതിൻ്റെ 5 ഇരട്ടി വിലയാണ്. $100, $120 വില. അതുകൊണ്ടാണ് ഇത് എക്സ്പെൻസീവ് ഡക്ക് എന്ന് പറയുന്നത് കേട്ടോ. സോ മോസ്റ്റ് എക്സ്പെൻസീവ് ഡക്ക് എന്ന്, അതായത് എഡിബിൾ ഡക്ക് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെസ്കോവിനെ കാണാൻ പറ്റും. ഇതല്ലാത്ത താറാവുകൾ ഇനിയും വിലയുള്ളത് ഉണ്ട് കേട്ടോ. ഏതാണെന്നറിയോ? ഈ ഓർണമെന്റൽ പർപ്പസിന് നമ്മൾ പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന കുറേ താറാവുകളുണ്ട്. ഇവിടെയൊക്കെ കുറേ എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ വരുന്ന താറാവുകളുണ്ട്. അതിനൊക്കെ ശരിക്കും വിലയുണ്ട്, പക്ഷെ അത് തിന്നണ വിലയല്ല. അപ്പോൾ ഇതിനേക്കാളും വിലയുള്ള താറാവുകൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം മെസ്കോവി ഈസ് മോസ്റ്റ് എക്സ്പെൻസീവ്, മോസ്റ്റ് ഡെലിക്കസി. ഇനി നമ്മുടെ കറിയുടെ മസാല കേട്ടാ. ഇന്ന് ഞാൻ കറിയുടെ മസാലയിലേ ഞാൻ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ കാട്ടിത്തരാം. നമ്മളിന്ന് സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ മെച്ചുവേർഡ് ഫ്ലേവർ ഉള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ മലയാളികൾക്ക് കൂടുതലും മെച്ചുവേർഡ് ഫ്ലേവറാണ്. എന്താണ് മെച്ചുവേർഡ് ഫ്ലേവർ? ഇങ്ങനെ നിങ്ങൾ മെച്ചുവേർഡ് ഫ്ലേവർ എന്ന് പറഞ്ഞ് നോക്കിയാൽ കാണാൻ പറ്റില്ല കേട്ടോ. ഇതെൻ്റെ ശാസ്ത്ര പഠനങ്ങളിൽ നിന്നും ഞാൻ റിസർച്ച് ചെയ്തെടുത്തിട്ടുള്ള പാറ്റന്റ് കിട്ടാത്ത ഐഡിയകളാണ്. ഓക്കെ, എന്താണ് നമ്മൾക്ക് ഈ ഹ്യൂമിഡിറ്റിയിലെല്ലാം കേടായി പോണ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാം ഉണക്കിയെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് ഉണക്കിയ സാധനങ്ങൾ തന്നെ മെച്ചോർഡ് ഫ്ലേവർ എന്ന് പറയുള്ളൂ. എന്താണ്? മഞ്ഞപ്പൊടി കണ്ട ഉണക്കി പൊടിച്ചതാണ്, ഗരം മസാല, പെപ്പർ, പിന്നെ മല്ലി, മിളക്, ഇതെല്ലാം ഉണക്കി പൊടിച്ചതാണ്. ഇനി ഇഞ്ചി നമ്മൾ ചേർക്കണില്ല. കാരണം എന്താ? ഉണക്ക ഇഞ്ചിയാണ് മെച്ചുവേർഡ്. ഓക്കെ, അതിന് പകരം നമ്മൾ ഗാർലിക്കിന് കുറച്ചുകൂടി മെച്ചുവേർഡ് ഫ്ലേവറാണ്. അത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഇനിയും മെച്ചുവേർഡാവും. ഇനി അടുത്ത എന്താണ്? നമ്മുടെ കരിവേപ്പില. എഗെയിൻ ടു മെച്ചുവേർഡ് ആണ് കരിവേപ്പിലയുടെ മണം. ഒന്ന് ആലോചിക്കുക, കൊറിയാണ്ടർ ലീവ്സ്, മിന്റ് ലീവ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കരിവേപ്പിലേക്ക് വീണ്ടും മെച്ചുവേർഡ് ഫ്ലേവർ ആണ്. ഇനി എന്താണ്? രമ്പയില എങ്ങനെയാണ്? പുഴുങ്ങിയ ചോറിൻ്റെ ഒക്കെ ഒരു മണമാണ്, ഫ്രഷ് ഫ്ലേവർ അല്ല. ബേ ലീവ്സിനും മെച്ചുവേർഡ് ഫ്ലേവർ ആണ്. പിന്നെ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി എന്താണ് ഫ്രഷ് ഫ്ലേവേഴ്സ്? ലെമൺ, മല്ലിയില, പുതിന ഇല, നാരകത്തിൻ്റെ ഇല, പച്ചമുളക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രഷ് ആയിട്ട് കിട്ടണ. നമുക്ക് മണക്കുമ്പോഴേക്കും ലെമണൊക്കെ ഇങ്ങനെ മണക്കുമ്പോഴേക്കും ഇങ്ങനെ നല്ല ഫ്രഷ് അല്ലേ? കരിവേപ്പില മണക്കുമ്പോൾ മെച്ചൂർഡ് ഫ്ലേവർ. നീ കരിവേപ്പിലയും മല്ലിയിലും എടുത്ത് മണത്ത് നോക്കി നോക്കിയേ, കരിവേപ്പിലയുടെ മണം നോക്കി നോക്കിയേ. ഈ ഗെറ്റ് സോളിഡ് ഒരു ഓൾഡ് സ്മെല്ലാണ് കിട്ടുക.
ഇനി ഇത് രണ്ടിനെയും കൂടി ഇൻഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻസ് ഇതിനെ രണ്ടിനെയും കൂടി നന്നായിട്ട് ഇൻഫ്യൂസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അത് ബെസ്റ്റ് കോമ്പിനേഷൻ യു ക്യാൻ സി ഏഷ്യൻസ്. ഇപ്പോൾ ജാപ്പനീസ് അതല്ല വെച്ചെങ്കിൽ ചൈനക്കാരുടെയൊക്കെ ഫുഡിൽ പോയി കഴിഞ്ഞാൽ തായിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെമൺ ഗ്രാസും ചുമന്ന മുളകും മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു ഫ്ലേവർ കൊണ്ടുവരുന്നുണ്ട്. അത്ര ഫ്ലേവർ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് ആ രീതിയിലില്ല. മനസ്സിലായില്ലേ? ഓക്കെ, സോ നോ മോർ ടോക്കിംഗ്, നൗ കുക്കിംഗ്. കം ഓൺ ഹണി. ഇനി ഞാൻ നമ്മുടെ സ്പൈസസിന് ഒന്നുകൂടി മെച്ചൂരിറ്റി കൂട്ടണേ. ഇവൻ ചെറുപ്പക്കാരനെ വരും. ഓക്കെ, ഒന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ട് അതിൻ്റെ എസെൻഷ്യൽ ഓയിൽസൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ല ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്, നല്ല മണം നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പരക്കുന്നുണ്ട്. താറാവ് വേവാൻ ഒരുപാട് സമയം എടുക്കണ കാരണം ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കണേ. ഫാറ്റ് കുറവുള്ള താറാവായ കാരണം ഞാൻ കുറച്ച് അധികം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. റോസ്റ്റ് ചെയ്ത ഗാർലിക്ക് ഞാൻ ഇടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കടുക്, ഉലുവ, ഉള്ളി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ സ്പൈസസ്, നമ്മുടെ വറുത്തരച്ച മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് താറാവ് കറിയൊക്കെ ഉണ്ടാക്കാറിയാം, ഇപ്പം ഞാൻ പഠിപ്പിച്ചതിൻ്റെ കാര്യമൊന്നുമില്ല. ബെസ്റ്റ് കറിവേപ്പില, ബേ ലീവ്സും പണ്ടാൻ ലീവ്സും, ഇനി നമ്മുടെ ഗാർലിക്ക്, ഇനി കുറച്ച് വെള്ളം, അതല്ല വെച്ചെങ്കിൽ ചിക്കൻ സ്റ്റോക്ക്, അതല്ല വെച്ചെങ്കിൽ ബീഫ് സ്റ്റോക്ക് കേട്ടോ. താറാവ് കുറച്ചുകൂടി റെഡിഷ് മയോഗ്ലോബിൻ കൂടിയിട്ടുള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ബീഫ് സ്റ്റോക്ക് വിൽ ഗോ വെൽ. മസാല മൂത്തു, അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊണ്ട് ഓക്കെ, നൗ നമ്മുടെ താറാവിന് നമുക്ക് ആഡ് ചെയ്യാം. ബ്യൂട്ടിഫുൾ. 2.5 കിലോ ഇറച്ചി കണ്ടിട്ട് 5 കിലോ ഇറച്ചിയുടെ പോലെ ഉണ്ടല്ലോ. ഉപ്പ്. ഇനി ഞാനിതിനെ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് തീ കുറച്ച് വെക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വേവെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കറി വിട്ടിരുന്ന് ശരിയാവുന്നുണ്ട്, നന്നായിട്ട് ഇരുന്നിട്ട് വേവട്ടെ. ഇനി ഞാൻ വേവ് ശരിയായിട്ടില്ലെങ്കിൽ തുറന്നിട്ട് വീണ്ടും വേവിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഭയങ്കര റബ്ബറി അല്ല വേണ്ടേ, കുറച്ച് ഫോൾ ഓഫ് ദ ബോൺ വേണം. അപ്പോഴാണ് ആ സോസൊക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ സമയം ഉച്ചയാണ്. വൈകിട്ട് അവികാശ് അവരുടെ കാവ ഡ്രിങ്ക് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാവ ഡ്രിങ്കിൻ്റെ കൂട്ടത്തിൽ താറാവ് കറി വൈകുന്നേരം മറ്റുള്ള ടീമുകളുടെ കൂടെ കഴിക്കാട്ടോ. വൈകുന്നേരം കാണാം. ഓക്കെ, പുപ്പാ. ഓക്കെ, നമ്മുടെ താറാവ് കറി ശരിയായിട്ടുണ്ട്. താറാവ് കറിയുടെ കൂട്ടത്തിൽ അവികാശിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐലൻഡ് സ്റ്റൈല് മറ്റു കുറച്ച് സാധനങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാട്ടിത്തരാം. അതിനേക്കാളും മുന്നേയായിട്ട് ഇവരുടെ ഫിജി, ടോങ്ങ, സമോവലൊക്കെയുള്ള അവരുടെ കാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോയിൽ പുള്ളി ഈ കാവേനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 1-2 വീഡിയോയിൽ കാവ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ കാവ നമുക്ക് അവികാശിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കാം. അവി, പ്ലീസ് കം ടു ദ സ്റ്റേജ് ഫോർ യുവർ പെർഫോമൻസ്. നാണം കുടുങ്ങി. ഈ പ്ലാസ്റ്റിക് ലുക്ക് അഗ്ലി രേ. ദേ കാൻറ്റ് സീ ദ കളർ. ധനിയ ഭയങ്കര നാണൊക്കെ. നാണം കൊടുക്ക്. പുള്ളിയാണ് എനിക്ക് ആദ്യം മാസ്കോവി ഡക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. സോ പ്ലീസ് 2 words about മാസ്കോവി ഡക്ക്. It's a delicacy. Delicacy. Christmas, New Year, तरकारी बनाओ. But you have some more other ducks there, right? Fiji में नहीं, only Muscovies. You have only Musco. Oh, no other ducks like a Peking duck, no mallard, nothing. Oh, true. Only Muscovies. Oh, then they have no other choice. They have to eat Muscovy. That's why they believe Muscovy is the best. Maybe. Maybe. Okay. Now something about Kawa. Are you alright? You scary? Little bit. നമ്മുടെ കൂടെ ഇമ്മാരി മീൻ പിടിക്കാൻ വന്നിട്ട് ഇവര് പേടി പറയില്ല. Little bit shy. Yeah. So what is Kawa? Roots. Plant. നമ്മുടെ കൂവപ്പൊടി പോലെ ഒരു ചെടി, കൂവയുടെ പോലെ എല്ലാ ചെടി നിൽക്കണേ. ആ ചെടിയുടെ ആ റൂട്ടിൽ നിന്ന് ഊറ്റി എടുത്തിട്ടുള്ള ഒരു പൊടിയാണ്. നമ്മുടെ നാട്ടിലെ തിപ്പല്ലി ഇല്ലേ, ആ ചെടി നോക്കി നോക്കിയേ, അതിന്റെ അനിയൻ തന്നെയാണ് കേട്ടാ. സെയിം ഫാമിലി തന്നെയാണ്. ഈ പൊടിക്ക് ചെറിയ നമ്മുടെ ഒരു ഒരു കള്ളിന്റെ പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ കാവ. ഈ കാവ പൊടി ഒന്ന് കാട്ടി തരാം. ഷുഡ് ഐ പുട്ട് ദ പൊടി? പൊടി ഹാങ് ഓൺ. കപ്പട. തുണിയൊക്കെ വേണം. നമ്മുടെ വീട്ടിൽ പഴയ വല്ല മറ്റേ ഷാളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ. സാരിയുടെ പീസാണ്. ഓ, ലുക്ക് ലൈക്ക് അണ്ടീസ് പീസ്. ഇതിങ്ങനെ ഇത് മറ്റേ കപ്ലിങ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പുള്ളി. സോറി, ഇങ്ങനെ കുഴി പോലെ ഇവിടെ ഓട്ടയുണ്ട്. ഇതിനു വേണ്ടി വലിയ തയ്യാറെടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, യു ഹോൾഡ്. ഐ ഡോണ്ട് ഹോൾഡ് ദിസ്. കം ഓൺ ബ്രോ, ഐ ആം ദ ബോസ്, യു ആർ ദ ശിഷ്യൻ. ഓ, അരുമാമൻ, യു ഹോൾഡ് ദിസ്. Get a spoon. മെഷർ ചെയ്യണോ? You want to? I will tell you. ഓക്കെ, ഞാൻ ഈ പൊടി എങ്ങനെയാണെന്ന് ആദ്യം കാട്ടി തരാം കേട്ടാ. ഇത് കണ്ടാ, പ്രിങ് വരച്ചിരിക്കുക.
വൈക്കോലും ഊമിയും കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇതിരിക്കണേ. ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ആണ് ഈ പൊടി? $50, half kilo. $50 ആണ് 1/2 കിലോക്ക്. ആൻഡ് ഹൗ മെനി ആൽക്കഹോൾ ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് ആൽക്കഹോൾ യു ക്യാൻ മേക്ക് വിത്ത് ദിസ്? It's not alcohol. ഇറ്റ്സ് സോർട്ട് ഓഫ് ആൻ ആൽക്കഹോൾ കേട്ടോ. അടിച്ച് ഞാൻ നാവ് വരെ പിമ്പിരിയായി പോകും. Depends how strong you want it. അപ്പോൾ ഒരു 4 ലിറ്റർ 5 ലിറ്റർ ഉണ്ടാക്കാം. ഓക്കെ, ഇടാൻ പോകണം. ഗോൾഡ് കമോൺ, അടുത്തേക്ക് വരുന്നു. Swaha. One more. വൺ മോർ ലൈക്ക് ദാറ്റ്. സ്വാഹ. കാര്യങ്ങളൊക്കെ അറിയട്ടോനെ ഇപ്പം പറയണം വിചാരിക്കണം. One more. How many things then? 3 ആൾക്ക് അപ്പോൾ ഏതാണ്ട് 3 അരക്കയ്യാണ് ഇട്ടിട്ടുള്ളത് കേട്ടാ. നമ്മുടെ ഭാര്യമാരുടെ സാരി കൊണ്ട് വെട്ടിയെടുക്കണമെന്നാ പറഞ്ഞേ. അടിപ്പാവാടി എങ്ങനെ വേണം? So you don't want too much water at the beginning. ഓക്കെ, ഇൻ ദ ബിഗിനിങ് നമ്മൾ ശ്രദ്ധിക്കണം, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പം മരിക്കുമോ നിങ്ങള്? അടിയിലേക്ക് കാണിച്ചെടുത്ത് കൊണ്ട് കണ്ട എൻ്റെ ഷർട്ടിന്റെ കളർ ഇതിന്റെ കളർ ഒരു കറ പിടിച്ച ചെളി പോലെയാണ് കേട്ടാ. യു നീഡ് ടു ഹാവ് സം സ്കിൽസ് ടു മേക്ക് ദിസ് റൈറ്റ്. Master's degree. അല്ലെങ്കിൽ എന്താ ധൈര്യം തമാശയൊക്കെ പറയുന്ന ആളാട്ടാ. ഇങ്ങനെ മേടിച്ചിട്ട് കണ്ടിട്ടില്ല. Wash it. So now you're gonna knead it. Knead it. You need to knead. Okay. Knead, karo. Hold it. കാര്യം പറഞ്ഞാൽ ഞാൻ അത് 1-2 തവണ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ശരി ഇങ്ങനെ ഞെക്കുമ്പോ അതിന്റെ കറ ഇറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് വരും. മാമന് ഞേട്ടനാ നല്ല സുഖമുണ്ട്. Squeeze it like you squeeze it. സ്ക്യൂസ് ഇറ്റ് ലൈക്ക് യു സ്ക്യൂസ്. ശരിക്കും എൻ്റെ ഷർട്ടിന്റെ കളറും ഇതിന്റെ കളറും ഒന്ന് ഗോൾഡ് ഒന്ന് ഞെക്കണത് കാണിച്ച്. അപ്പൊ അതായത് when we actually squeeze like this until you clear the water. Cloudy cloudy है ना अभी? So what we do is we get another basin. If you like, just to make sure everything's out. So we're gonna transparency. Transfer it here. Get some more water and you start kneading again. അതായത് പുള്ളി എന്താ പറയുന്നത് വെച്ചാല് ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ആൽക്കഹോൾ എടുക്കണ പോലെ തന്നെ ഇതിന്റെ ആദ്യത്തെ നല്ല സ്ട്രോങ് ഉള്ളത് എടുത്തു. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അതന്നെ 1-ാം പാല് കഴിഞ്ഞു. മാമന് പണ്ട് തിളക്കലായിരുന്നു പണി തോന്നുന്നുണ്ട്. വിപ്ലവം ചെയ്യിക്കട്ടെ മാമ. അതായത് ഇപ്പൊ ശരിയാണ് മാമൻ പറഞ്ഞ വീട്. മാമനെ കൊണ്ട് ഇതുവരെ ആ കൂടി ഒരു ഉപകാരം ഉണ്ടായത് ഇപ്പൊ ഇതാ. മാമൻ ഇപ്പൊ സയൻസ് ഒക്കെ ആയി ഇറങ്ങിയിട്ടാണ്. To rub kar mere hands up ye. I am the star of the show, so I can't make my body mess. ഇപ്പൊ 2-ാം പാല് ഒഴിച്ച് മാറ്റിട്ടാ. ഇനി നമ്മുടെ 3-ാം പാല് എടുക്കുന്നുണ്ട് കേട്ടാ. പാനി തോ ഹൈ ഇധർ. ടെൻഷൻ നോക്കി ഇതിന്. വെള്ളം വേണം ഇന്നസെന്റ് മറ്റേ പടത്തില് ഈ വീട്ടിലെ അരി ഞാൻ മുഴുവൻ പറക്കിയെടുക്കും. ഏട്ടാ ഇവരുടെ ഫിജിയില് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തമാശയൊന്നും കാട്ടിയിട്ട് കുടിക്കുന്ന ഒരു സാധനമല്ല. ഭയങ്കര കൾച്ചറല്ലേ അണ്ണ. സിറ്റ് ചെയ്യണം, ഇതിനൊരു റൂളല്ലാണ്ട്. ഫിജിയിൽ നമുക്ക് ഇവിടെ കാവ ക്ലബ്ബുകളൊക്കെ ഉണ്ട് കണ്ട. അപ്പൊ ഇപ്പൊ ഉള്ള നമ്മുടെ ശരിക്കും അതിന്റെ തിക്നെസ് കുറഞ്ഞു. ആ പാലിന്റെ തിക്നെസ് കുറയണ പോലെ തന്നെ ഭയങ്കര ലൈറ്റായി ഇപ്പൊ കണ്ട. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ഇതിന്റെ കളർ മനസ്സിലാവും. ഇത് കുടിക്കാനുള്ള 2 കപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ചേട്ടാ. ഇപ്പൊ ഇനിയൊരു ഇവിടെ ഒരു വലിയൊരു അതിഥി വേണം. അതിഥിയായിട്ട് നമ്മൾ മാമനെ വിളിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ വിസിറ്റർ. Because you called him, hey, come over. So I called you too. So ഇതിന്റെ രീതിയാണ് കേട്ടോ പറയണേ. You gotta save him first. ഓക്കെ, അപ്പൊ നമ്മൾ അരുമാമയാണ് ഇന്നത്തെ വിസിറ്റർ. അപ്പോൾ അരുമാമേനെ ആദ്യം നമ്മൾ സെർവ് ചെയ്യണം. അരുമാമേനെ കഴിഞ്ഞ ഒരു 10-6 കൊല്ലമായിട്ട് ഇവിടെ സെർവിങ് തന്നെയാണ്. അപ്പൊ നമുക്ക് കാവ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കം ഓൺ, where are you going? Come. മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. You come. You also minister. Okay, he is the minister. You are the visitor. Come. Yeah. Hey, you can't keep all these plastic jabbages here. It need to be clean and tidy kitchen boy. Okay, മിനിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. Visitor. Okay, you serve kava. Anna, video दिखा दो. How do you do this? Okay, उसमें put it, show them, put it, empty करो बोला. Hold. So since Arun is our visitor, right? Yeah, Arun ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പോൾ അരുണിന് ആദ്യം കൊടുക്കാം. Alright. So he's gonna have the first bilo. Okay. We call this bilo. Bilo. Hang on. Video नहीं दिख रहा है. Slowly. Look at that. Oh, now you know the show. You're stealing the show, Mike. Okay. हम serve करेगा. Okay, inside go. तो Arun 3 time clap करी. ഒരു മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ്. Okay. You gotta clap like this. Okay, one more time. Okay. ഇനി ഇതിനൊരു ആചാരം ഉണ്ട് ഇത് കുടിക്കുന്നേക്കാളും മുന്നേട്ടാ. Okay, what we do? So if I'm serving this to Arun. Okay, ഇതിപ്പോ നമ്മള് അരുണിന് സെർവ് ചെയ്യാണെന്ന് വിചാരിച്ചോ സെന്ററിൽ ഇരിക്കുന്ന ആള്. Okay. Am I serving or you serving?
So who clap first? He's gonna clap first. മോൻ അങ്ങോട്ട് കൊടുക്ക്. I'm serving. He's gonna clap. 3 इसका times. शादी है क्या आज? He's a best, so he's gonna clap. Okay, who clap first? Me. Okay, how many claps? Maybe 3. Okay, 3 തവണ ക്ലാപ്പ് ചെയ്യണം. Okay. അയ്യോ കിട്ടിയില്ല. Wait. ഇങ്ങനെ അടിക്കണം. That noise. അതായത് ഒരു കൈ അടിക്കുന്ന പോലെയല്ല, ഒരു എയർ പോണ പോലെ. Not like a girl. അങ്ങനെയല്ല. That's the word. അങ്ങനെ 3 ക്ലാപ്പ്. Abhi bolega bula. ബൂല എന്ന് പറയണം. Oh. ബൂല എന്ന് പറഞ്ഞിട്ട് നമ്മള് അരുമാമയ്ക്ക് ഇത് കൊടുക്കണം കേട്ടോ. Tu bolega bula vinaka. അപ്പൊ ഞാൻ പറയണം ബൂല വിനാക്കാന്ന്. വാട്ട് ഈസ് ദാറ്റ് മീൻസ് അണ്ണ? ജസ്റ്റ് ഹലോ ആണ്. ഓക്കെ. Yeah. Oh, bula. Welcome. ബൂല വിനാക്ക. Welcome. Shot അടിക്കാം. One shot. അടിച്ചോ? വൺ ഷോട്ടിൽ അടിക്കണം കേട്ടോ. It's not coffee. ഓ മാമൻ വരും എന്റെ കള്ളു കുടിക്കുന്ന പോലെ കുടിക്കുന്നത്. കൊള Is it yummy? ഒരു ഓക്കെ മാമന്റെ അഭിപ്രായം പറഞ്ഞ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ മണ്ണിനെ പോലെയാ. ഒരു മണ്ണും ഒരു കയ്പും അങ്ങനത്തെ ഒരു ടേസ്റ്റാ. ഈ റൂട്ടൊക്കെ കഴിക്കുന്ന ശരിക്കും നമ്മൾ ചെളിയിൽ വിട്ടിട്ടുള്ള ഒരു റൂട്ട് കേട്ടോ. ഇനി ഹൂ സർവ് ഫസ്റ്റ്? Another benefit while we're here, another benefit of kava is it's a natural. What's the blue pill called? വയാഗ്ര. It's a natural Viagra. നാച്ചുറൽ വയാഗ്രയാണ് ഇത് എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. Not bullshitting. നോ ബുൾഷിറ്റിംഗ് എന്ന്. വി ഡോണ്ട് നീഡ് ദിസ് ബ്രോ, ഇറ്റ്സ് ഓൾറെഡി അപ്പ്. You getting old, it's all right, bro. No, nice. Make you last long. സയന്റിഫിക് സാധനമൊന്നും നോക്കണ്ട കേട്ടോ. പുള്ളി ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരുടെ അവിടുത്തെ ഒരു നാച്ചുറൽ. സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് സെഡേറ്റ് ആവണ സമയത്ത് കുറച്ച് നേരമൊക്കെ പറ്റിയായിരിക്കും. അല്ലേ മാമ? Even if you drink alcohol, you get that shit. No, you last an hour. No, fill it up. Okay, now clap ചെയ്യാൻ പോവാണ് ഞാൻ. Right one? Bula Navin. ബുളമിനാക്ക. This is just a sign of respect, you know. That's good. ഞാൻ അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. കഴിച്ച അപ്പം തന്നെ നമുക്ക് നാവിൻ്റെ മുകളിൽ ഒരു നമ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ബി ഓണസ്റ്റ് എനിക്കിത് അത്ര ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് അല്ല. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു ഫ്ലേവറും നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് കഴിച്ച് കംപ്ലീറ്റ് നാവിന് അമ്മായി പോകും. കുറേ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എഫക്റ്റ് തുടങ്ങുക. ഒരു മൊത്തത്തിൽ നമ്മൾ സ്ലോയാവും, ശരിക്കും സ്ലോയാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നൗ ബൂല കം ക്ലോസ് പ്ലീസ്. Bulo. Wow, good mix. Good mix. ഗുഡ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കാവ. ഞാൻ കാവ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുഡെല്ലാം കാട്ടിത്തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാട്ടിയിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയിട്ട് എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കപ്പ ചിപ്സ് ആണ് ഇത്. ഇവർ ആക്ച്വലി ബാറ്ററിലൊക്കെ മുക്കിയിട്ട് വറക്കും. ഞാൻ ഇന്നിപ്പോൾ ഓൾറെഡി മസാലയൊക്കെ ഉള്ള കാരണം കറിയിൽ നമ്മളിതിനെ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ട് വറുത്തെടുത്തിട്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഐലൻഡേഴ്സിന്റെ മറ്റൊരു ഫേമസ് ഫുഡ് ഞാൻ എന്നും ഉണ്ടാക്കാറില്ല, ട്രവേലി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള റോ ഫിഷ് സാലഡ്. ഇവരുടെ മിക്ക പരിപാടിക്ക് ഉണ്ടാവും കേട്ടോ റോ ഫിഷ് സാലഡ്. ഓക്കെ, അതെ ബ്യൂട്ടിഫുൾ വൺ. പുള്ളി പറഞ്ഞത് പ്രമാണിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഒരു ഐലൻഡർ സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് താറാവ് കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിൽ കറക്റ്റ് ഇട്ടാ 14 മിനിറ്റാണ് ഇവനെ വേവിച്ചത്. വലിയൊരു അണ്ടാവലിക്ക് മാറ്റി വെച്ചതാണ്. നല്ല നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യ് മാത്രമേ ഇതിൽ കാര്യമായിട്ട് നെയ്യായിട്ടുള്ളൂ കേട്ടോ. കണ്ട, സാധാരണ താറാവ് കറി നമ്മൾ പെക്കിൻഡക്കാണ് വെച്ചിട്ടുള്ള വെച്ചെങ്കിൽ ഇതിൽ നിറച്ച് നെയ്യ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സൂപ്പർ ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം ഓവറായിട്ട് കുക്കായിട്ടുണ്ടോ അതോ കറക്റ്റ് ജസ്റ്റ് കുക്ക്ഡ്. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ വലിയൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ഓക്കെ അതെ. നൗ ലുക്ക് പെർഫെക്റ്റ് യോയ്, ലുക്ക് ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്ക് ഇനി ഒരു പീസ് കടിച്ചു നോക്കാം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അഭിപ്രായം ഇതിൻ്റെ മെയിൻ ആളോട് തന്നെ ചോദിക്കണം. കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതേ ഒരു വിങ്സിൻ്റെ പീസ് എടുക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടാ. ശരിക്കും എനിക്ക് കഴിക്കുമ്പോൾ ബീഫിനെയും മാനിനെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബേഡി ഫ്ലേവർ എന്താ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ളവരൊക്കെ വിളിക്കാം. നോക്കാം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ പിയോ പിയോ എന്ന് പറഞ്ഞിട്ട്. മറ്റേ കോഴിക്കുട്ടികൾ കാരണം പോലെ പിയോ 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 എന്ന് പറഞ്ഞിട്ടേ.
ഓ കൈ കൊട്ട തലയ്ക്ക് ഓടിക്കാണ്. പക്ഷെ കൈ കൊട്ടിയാൽ കുടിച്ചിരിക്കണം എന്നാട്ടാ, അങ്ങനെയുണ്ട്. സ്വാഭാവികമായിട്ടും താറാവ് കറി നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിലാണല്ലോ സെർവ് ചെയ്യുക. ഇവരും ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കഴിക്കുക, നമ്മളപ്പത്തിൻ്റെ കൂട്ടത്തിലാണ്. ഇനി കുറച്ച് കപ്പ ഞാൻ അതിലേക്ക് ഇടുകയാണ് കേട്ടാ. ഓക്കെ, ഇനി നമ്മുടെ കറി, കാല്, ഇതെല്ലാം കൂടി കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ടുള്ള കുറച്ച് പീസ് എടുക്കാൻ പോകാട്ടോ. അതായത് ഇനി ഇതിൻ്റെ സെൻട്രലിലേക്ക് കൊണ്ട് ഒഴിക്കാം. ഗ്രേവി ഉണ്ട്, അതിൻ്റെ നല്ല നെയ്യുള്ള ഗ്രേവിയാണ്. കുറച്ച് ബ്രസ്റ്റ് പീസൊക്കെ ഉണ്ട്. ഓ ഓ ഓ തരിയും കൂടെ ഗ്രേവി ഈ പൊട്ടാറ്റോൻ്റെ മുകളിലേക്ക് ഒഴിക്കാം നമുക്ക്. അവികാശ് കഴിച്ചിട്ട് നല്ലതെന്നേ പറയുള്ളൂയിരിക്കും, അതാണ് കുഴപ്പം. അതാ പ്രശ്നം ശരിക്കും, നമുക്ക് ജെനുവിൻ അഭിപ്രായം കിട്ടില്ല. ഓക്കെ, ഇനി നമ്മുടെ റോ ഫിഷ് സാലഡ് ഊണിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സെറ്റായി. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കേട്ടോ, റോ ഫിഷ് സാലഡ്. ഇത് ഈ കപ്പയും കൂടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ കപ്പ വിട്ട് കഴിഞ്ഞാൽ ഇവർ മറ്റേ അനിമൽസ് ഉണ്ടാക്കണേക്കാളും കൂടുതലും ഇതിന് ഉൽപ്പാദിപ്പിക്കും നമ്മൾ. കാവയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ദാറ്റ്സ് ദ വൺ മൈ. ഇതൊക്കെ അപ്പോൾ ഇതാണ് ഒരു ഫിജിയൻ പ്ലേറ്റ്. കണ്ട, ഫിജിയൻ ഇന്ത്യൻ ഐലൻഡർ പ്ലേറ്റ് ആണ് ഇത്. റൈസ്, കുറച്ച് താറാവ് കറി, കുറച്ച് റോ ഫിഷ് സാലഡ്, കുറച്ച് കപ്പ വറുത്തത്. ബ്യൂട്ടിഫുൾ. ചട്നി നഹി ഹൈ, നഹി നഹി ഖാന ഖാന എന്ന് പറഞ്ഞ കാളെ കഴുകാന കണ്ട. പുള്ളി പറഞ്ഞെന്താ വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചട്നീന ഈ ചട്നി ഓൾസോ ദാലും നമ്മുടെ പരിപ്പും കൂടിയിട്ട് കഴിക്കാമെന്നാണ് പറയണേ. അങ്ങനെയാണ് അവരുടെ കോമ്പിനേഷൻ. നമ്മൾ ചട്നി മിസ്സായിട്ടുണ്ട്, ദാലും മിസ്സായിട്ടുണ്ട്. ഇവരുടെ എല്ലാ കറിയുടെയും കൂട്ടത്തിൽ ദാല് തന്നെ. ഈ ദാല് എപ്പോഴും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. മാമ റെഡി അല്ലേ? കസാവ, താറാവ് എല്ലാം കേട്ടോ. हम लोग खाएगा हाथ से खाएगा. हाँ, हम लोग भी हाथ से खाता है, इसलिए इन लोग गुस्सा हो गया अभी. क्या करें? Because I am putting hand everywhere, मामा putting hand everywhere. They want me to put a spoon. हम तो हिंदुस्तानी है. हम तो हिंदुस्तानी, हम तो ह्यूमन है. हिंदुस्तानी है. हिंदुस्तानी भी है. Okay, time to eat. हाँ, अभी you need to learn technique. Come closer, this fella. അല്ലെങ്കിൽ വേണ്ട, ഈ കുറച്ച് ഈ സലിക്കോ ഫോക്കസ്. एक मिनट रुक. अच्छा, एक गुड mouth खा लो. Don't eat like I know how you eat. Last time I gave you the whole container, finished it in 2 seconds. What do you mean? What do you mean? ഇങ്ങനെ അടിച്ച് ഏയ് ടെക്നിക്കൊക്കെ പഠിച്ചു. नमक कम चाहिए. നിമക്, സോൾട്ട്, ഉപ്പ് കുറച്ച് കുറവുണ്ട്. എനിത്തിങ് കടലിലയക്കണ സമയത്ത് പുള്ളി കടൽ വെള്ളം തെറ്റി തേക്കാതെ. Yum. യമ്മി. ഓക്കെ, നൗ ട്രൈ ദ താറാവ്. Tarawari. താറാവ് കറി. താറാവ് കറി. കറി अच्छा इंडियन सान के मसाला में. हाँ, मसाले मिक्स ചെയ്തിട്ട് അടിക്കണം. കുഴച്ചടിക്കും. उसमें अरे मीट नहीं है. ये ना नहीं कर सब. ये एक मीट है. हे हाँ, अब इस मैच को भी तिता है. अभी तिता है बोलो. तिता है ना? എരിവുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എരിവുണ്ടെന്ന്. നൈസ്. യു ലൈക്ക് ഈറ്റ് വിത്ത് കസ. മാമ മാമ കഴിച്ചോക്കെ. ഞാൻ കുറച്ച് റോ ഫിഷ് സാലഡ് കഴിക്കിട്ടാ. Like it for the chili in the ആ, duck. ഇപ്പൊ ചില്ലി ഡക്കില് ഫീഡ് ചെയ്തിട്ടുണ്ട്, പെപ്പർ ഇട്ടിട്ടുണ്ട്. Yummy. സ്വീറ്റ് സ്പൈസി. Nice. Otherwise, ഇവൻ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞാണ് സ്പൈസി ആക്കിയിട്ട് കറി വയ്ക്കണം. ഓ ഇതൊക്കെ മീറ്റ് ഒക്കെ കളർ തേക്കാ. red meat. റെഡ് മീറ്റ്. Otherwise, you don't feel the flavor of the meat with no chili. ആ മാമ ഒരു ലാശം ചോറിന് കൂട്ടിൽ കഴിച്ചൊക്കെ കൊണ്ടേ കാണിക്കണ്ട. Nice meat. ചോറിന് കൂട്ടി നല്ല കേട്ടോ. അല്ലേ? നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലൈക്ക് പെക്കിൻ ഡക്ക് ബിക്കോസ് ഇറ്റ്സ് മോർ ഫാറ്റി. നമ്മുടെ പെക്കിനാണ് ഇത്. പൊട്ടേന്നല്ലോട്ടെ ഞാൻ പറഞ്ഞേ, നമ്മുടെ മറ്റേ താറാവിന് എന്താ പറയുക, നല്ല നെയ്യിൻ്റെ ഒരു സംഗതി ഉണ്ടല്ലോ. ഇത് പ്യുവർ മീറ്റാണ്, പ്യുവർ മീറ്റ്. നെയ്യ് കുറവാണല്ലേ? നെയ്യ് കുറവാണ്. ടേസ്റ്റ് ഉണ്ട്. You eat today, na? Kal khao. ആ, ഒരു ദിവസം വെക്കണം. ഞാൻ ബട്ട് ഐ മേഡ് ഇറ്റ് അറ്റ് ലഞ്ച് ടൈം ദോ. Kal khao. അഭി കാലോ കിതർ ജാ രഹാ ഹൈ? ഫുള്ളാ 2 പീസ് വെച്ചിട്ടാ. സോ മെസ്കോവി ഇവരുടെ അവിടെ ഒരു ഡെലിക്കസി. I told them to farm it, Yeah. but the cost is too much. വില ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ഫാറ്റുള്ള ഒരെണ്ണത്തിനെ നമുക്ക് സെറ്റാക്കി എടുത്തിട്ട് ലിവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത തവണ കാണാം. അപ്പോൾ അതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ.
You didn't say Pupa. You were like Jake. Jake Champagne. What are they? Yeah. Someone told me that you can buy Muscovy in Kerala too. അതിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും തലയുടെ മുകളിൽ ചെറിയൊരു പൂവൊക്കെ ഉണ്ട്. ആരെങ്കിലും നാട്ടിൽ Muscovy ഡക്കിനെ കിട്ടി അല്ലെങ്കിൽ വീട്ടിലുണ്ട് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഫാമിലുണ്ട് വെച്ചെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ അടിയിൽ പ്ലീസ്. Avikash live from 7 feet. അരേ തിത്താരേ So, auntie. സംതിങ് ഈസ് റിയലി ഹോട്ട് ദോ. നൈസ് വെരി നൈസ്. അങ്ങനെ വലിയ എരിവൊന്നുമില്ല. ഏതോ ഒരെണ്ണത്തിൽ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇതിൽ പച്ചമുളക് എനിക്ക് എരിവില്ല. തോന്നുന്നു റോ ഫീഡ് സാലഡിൽ പച്ച എരിവൊന്നുമില്ല. അതാ പെപ്പറിന്റെ ഒരു കുത്തുണ്ടാവും. മറ്റേ താറാവിന് കുറച്ചും കൂടി നെയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൽ അപ്പടി എല്ലു. ഇതിന് എല്ലൊന്നും ഇല്ല കേട്ടോ. ഇത് നിറച്ച ഇറച്ചി ഇതിൽ മൊത്തം. Indians are paying $100 for it, no? $100 man. അതാണ് അതിൻ്റെ അതായത് സാധാ താറാവ് $20 കിട്ടുമ്പോൾ ഇത് $100 കൊടുത്തിട്ട് മേടിക്കുന്നത്. അതാണ് നിസ്സാര കളിയല്ല. മാമന് താറാവ് ഇഷ്ടപ്പെട്ടു അല്ലേ? You can't eat buttock with a spoon. Hot mangi. അത്തു കാലു We gotta get in there. യു വാണ്ട് സം മോർ റൈസ്? ക്യാമറ ഓഫ് ആക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അല്ലേ? Nice, isn't it? ചാവക്കി സത്കാൽ ജുലും That is nice. ആവികാശം നൈസ് എന്ന് പറയുന്നുണ്ട്. നേരത്തെ മസിൽ പിടിച്ചിട്ട് നിൽക്കായിരുന്നു. പിന്നെ നൈസാവും നിൽക്കി അറിഞ്ഞൂടെ? ഇതാണ് അതിന്റെ ഹാർട്ട് വലിപ്പം. നോക്കിയാൽ കോഴിയുടെ ഹാർട്ടിനേക്കാൾ ഒരു 3 ഇരട്ടി വലിപ്പം ഉണ്ട് കേട്ടാ. ഈ താറാവ് നമ്മുടെ മറ്റേ താറാവിന്റെ പോലെ ക്വാക്ക് ക്വാക്ക് എന്ന് പറഞ്ഞിട്ട് കരയില്ല അത്ര. ചൂളടിക്കുക ചെയ്യാ. നോക്കി ഞാൻ അന്ന് ബ്രസ്റ്റ് മറ്റേ തൂക്ക് ഞാൻ ശരിക്കും വെട്ടിയെടുക്കണില്ല. എന്നാലും നോക്കിയേ കളർ നോക്കിയേ നല്ല ഗെയിമിയാണ് കേട്ടോ. കോഴിയുടെ ഇറച്ചി പോലെയല്ല താറാവിൻ്റെ ഇറച്ചി. അതാണ് വേറൊരു പ്രത്യേകത. അതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതും. ഈ മാൻ്റെ ഇറച്ചിയും കാട്ടുപന്നിയുടെയൊക്കെ ഇറച്ചിയുടെ ടേസ്റ്റ് ഉള്ള പോലത്തെ ഒരു ഗെയിമി ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ചില ആളുകൾക്ക് താറാവ് ഇറച്ചി ഇഷ്ടമല്ല. പക്ഷേ ലുക്ക് അറ്റ് ദ മീറ്റ് സൈസ് നോക്കിയേ. ഒരു ബ്രസ്റ്റ് നോക്കിയേ എന്ത് വലുതാന്ന്. ഫാറ്റ് ഉണ്ട്, എവിടെയും ഫാറ്റ് ഇല്ല. ഇതിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ. ആകെ നമുക്ക് കുറച്ച് ഫാറ്റ് കാണാവുന്ന ഒരു ഏരിയ നോക്കിയിട്ടാ ഇവിടെ ഉള്ളൂ. കണ്ട കന്ന പിന്നെ താറാവിനെ വെട്ടിക്കഴിഞ്ഞാൽ ഫുൾ പീസിൽ എല്ല് കടിച്ചിട്ട് തിന്നാൻ പറ്റില്ല കേട്ടോ. അത് കാരണം കറക്റ്റായിട്ട് താറാവിനെ തിരിച്ചെടുത്തോളൂ. നോക്ക് നെക്ക് പീസ് നോക്ക് നല്ല ഹെവിയാണ് കേട്ടോ. ഇപ്പുറത്ത് ഞാൻ നമ്മുടെ എല്ല് പീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കഴിക്കണ സമയത്തേ നല്ല എല്ലുള്ളത് നമുക്ക് മാറ്റി കിട്ടും. ഇനി ഇത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഇറച്ചിയുള്ള പീസസ് ഉണ്ട്. ഇതിന് ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിയാക്കാം. ഓക്കെ, എന്ത് പീസിലെ കൊണ്ട് അലുവ പോലെ ഇരിക്കുന്നു കേട്ടോ. ഉഫ്, കളർ നോക്ക് മയോഗ്ലോബിൻ ലോക്കെ നേരെ ഞാൻ നന്നായിട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ.